जाने क्यों होता है ये जिंदगी के साथ, अचानक ये मन किसी के जाने के बाद करे फिर उसकी याद छोटी छोटी सी बात, न जाने क्यों। वो अनजान पर ढल गए कल, आज वो रंग बदल बदल मन को मचल मचल रहे हैं जल, न जाने क्यों। वो अनजान पर ढल गए कल, आज वो रंग बदल बदल मन को मचल मचल रहे हैं जल, न जाने क्यों। वो अनजान पर सजे बिना मेरे नैनों में टूटे रे हाय रे सपनों के महल, न जाने क्यों होता है ये जिंदगी के साथ, अचानक ये मन किसी के जाने के बाद करे फिर उसकी याद छोटी छोटी सी बात, न जाने क्यों। ജീവിതത്തിലെ വലിയൊരു സത്യം തന്നെയാണ്, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും വന്ന് അവരെ നഷ്ടപ്പെടുമ്പോഴാണ് അവരുടെ വില എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. പലർക്കും ഒരു പക്ഷേ ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്സിനെ ഒരിക്കലും നെവർ ടേക്ക് ദം ഫോർ ഗ്രാൻറ്റഡ്. ഓൺ ദിസ് പോസിറ്റീവ് നോട്ട് ഡ്യുവറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡ് നമുക്ക് തുടങ്ങാൻ സമയമായി. ഇന്ന് ഡ്യുവറ്റിലെ ഗസ്റ്റ് ആയിട്ടുള്ളത് വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ സിംഗറാണ്. ഇതിനേക്കാളും ഒരുപാട് സീനിയർ ആയിട്ടുള്ള സിംഗറാണ്. കുറേ വർഷം ആയിട്ട് ഈ ഫീൽഡിൽ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗായികയാണ്. സന്തോഷത്തോടെ സ്വാഗതം ചെയ്യാം പ്രീത. പ്രീത ചേച്ചി, വെൽക്കം ടു ഡ്യുവറ്റ്. താങ്ക് യു. പ്രീതി ചേച്ചി പറഞ്ഞ മാതിരി നമുക്കൊരു ഈ പ്രൊഫഷണൽ റിലേഷൻഷിപ്പിൻ്റെ അപ്പുറം തീർച്ചയായിട്ടും നമ്മൾ തമ്മിൽ ഒരു പേഴ്സണലായിട്ട് നല്ല അടുപ്പമുള്ള രണ്ട് പേരാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഡ്യുവറ്റിൽ ചേച്ചി വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്. കാരണം ചേച്ചി ആസ് എ സിംഗർ ചേച്ചിയുടെ പാട്ടുകൾ കേൾക്കുകയും ആരാധിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. ചേച്ചിയുടെ സിംഗിങ് എനിക്ക് ഭയങ്കര, പ്രത്യേകിച്ച് ചേച്ചി പഴയ സുശീലാമ്മയുടെയും ജാനകിയമ്മയുടെയും പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ പഴയ പാട്ടുകൾ ഈ പറഞ്ഞ മാതിരി അതേപോലെ റീപ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. കാരണം ഒരുപാട് ടെക്നിക്കാലിറ്റീസ് അതിലുണ്ട്. അതൊരു പക്ഷെ പുതിയ ജനറേഷൻ സിംഗേഴ്സിന് അത് മനസ്സിലാക്കി പാടുന്നവർ വളരെ കുറച്ച് പേരേ ഉള്ളൂ. ഇപ്പോൾ ചേച്ചി പഴയ പാട്ടുകളൊക്കെ സ്റ്റേജിൽ പാടി കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പണ്ട് ചേച്ചിക്ക് കുടുംബപരമായിട്ട് തന്നെ മ്യൂസിക്കിനോട് കൂടുതൽ എക്സ്പോഷർ ഉണ്ടായിരുന്നതുകൊണ്ടായിരിക്കണമല്ലോ ചേച്ചിക്ക് ആ ഒരു സ്റ്റൈൽ ഇത്ര അടിപൊളിയായിട്ട്. വീട്ടിലാരും പാടില്ല ജോത്സ്ന. വീട്ടിൽ വെച്ചാൽ അച്ഛൻ, അമ്മ, അങ്ങനെ ആരും അങ്ങനെ കുടുംബപരമായിട്ട്. എൻ്റെ ഫാമിലിയിൽ ഞാനും എൻ്റെ നേരെ മൂത്ത സിസ്റ്ററും പ്രൊഫഷണലി പ്രോഗ്രാംസിന് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. ഏറ്റവും മൂത്ത സിസ്റ്ററാണ് ശരിക്കും നമുക്ക് ടാലൻറ്റിലേക്ക് നമ്മൾക്ക് വേണ്ടുന്ന എന്താ പറയുക മെറ്റീരിയൽസ് ഒക്കെ കളക്ട് ചെയ്ത് തന്ന്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ റെസിറ്റേഷൻ ഞാൻ കഥാപ്രസംഗം വരെ ചെയ്തിട്ടുണ്ട്. അപ്പം അതാ ഫോർ കോമ്പറ്റീഷൻ സേക്ക് മാത്രം. അതൊക്കെ കണ്ടുപിടിച്ച് പുറകിൽ നിന്ന് ഉന്തിയത് മൂത്ത സിസ്റ്ററാണ്. അങ്ങനെ ഞങ്ങൾ 3 പേരും പാട്ട് ഇതുണ്ട്, ടാലൻ്റ് ഉണ്ട്. അമ്മാവന് പാട്ടിനോട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എൻ്റെ അച്ഛൻ ഒരുവിധം തെറ്റില്ലാതെ പാടും എന്നുള്ളത് പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് മനസ്സിലായത്. പക്ഷെ അങ്ങനെ മ്യൂസിക്കിനോട് അങ്ങനെ
എക്സ്പോഷർ വേറെ ഒന്നും അല്ലാതെ ചെറുതിലെ അപ്പോൾ കുടുംബപരമായിട്ട് ചേച്ചിയുടെ ഒരു സ്വന്തം താല്പര്യമായിരുന്നോ ഇങ്ങനെ സിംഗിങ്ങിലേക്ക് കയറണം അതെ അതെ സ്കൂളിൽ എപ്പോഴും നമ്മൾ വീട്ടിലുള്ളവർ കണ്ടുപിടിക്കുന്നതിനെക്കാട്ടിലും മുന്നേ ഇത് ആദ്യം അറിയുന്ന സ്കൂളിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടാലൻറ്റ്. അപ്പം ഞാൻ നിർമ്മല ഭവൻ സ്കൂൾ, ട്രിവാൻഡ്രം നിർമ്മല ഭവൻ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അവിടുത്തെ സിസ്റ്റേഴ്സാണ് കൂടുതലും പ്രോത്സാഹിപ്പിച്ചിട്ട് കോമ്പറ്റീഷൻസിലേക്ക് മുമ്പിലേക്ക് ഇറക്കിയത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചേച്ചി, എനിക്ക് ഏറ്റവും കൂടുതൽ ചേച്ചി പാടുന്നത് കേൾക്കാൻ ഇഷ്ടം പഴയ പാട്ടുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഡ്യുവറ്റിൻ്റെ എപ്പിസോഡ് തുടങ്ങാനായിട്ട് ചേച്ചിയുടെ ഒരു നല്ലൊരു പഴയൊരു മെലഡി. അർജുനൻ മാഷിന്റെ സംഗീതത്തിലുള്ള ദ്വാരക എന്നുള്ള പാട്ട് സുശീല പ്ലീസ്. അഷ്ടമംഗല്യവുമായി അമൃത കലശവുമായി അഷ്ടമി രോഹിണി അണയുമ്പോൾ വാതിൽ തുറക്കുമ്പോൾ ഇന്നു ചുണ്ടിൽ യദുകുല കാമ്പോജിയുമായി ചുംബിക്കുവാൻ വന്നു ശ്രീപദം ചുംബിക്കുവാൻ വന്നു മീരാ മീരാ നാഥന്റെ ആരാധികയാം മീരാ ദ്വാരകേ ദ്വാരകേ ദ്വാപരയുഗത്തിലെ പ്രേമസ്വരൂപന്റെ സോപാനഗോപുരമേ കോടി ജന്മങ്ങളായി നിൻ സ്വരമണ്ഡപം തേടി വരുന്നു മീരാ നൃത്തമാടി വരുന്നു മീരാ ദ്വാരകേ ദ്വാരകേ. സൂപ്പർ സൂപ്പർ സൂപ്പർ. താങ്ക് യു.